ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായിട്ടൊരു ദിവസമാണ്. സോ ടുഡേ ഈസ് October 4, 2025. ഞാൻ എൻ്റെ BDS ജീവിതത്തിലെ ലാസ്റ്റത്തെ, അതായത് ഏറ്റവും ക്ലൈമാക്സ് ദിവസമാണെന്ന്. ഇന്നാണ് ഞങ്ങളുടെ ഗ്രാജുവേഷൻ. ESIC ഡെന്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ഗുൽബർഗയുടെ ഗ്രാജുവേഷനാണ്. ഇപ്പം ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ എന്താ പറയുക, ഷർട്ടും സ്യൂട്ടിൻ്റെ പാൻറ്റ്സും ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്നിട്ട് ഔട്ട്ഫിറ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന്. വളരെ സമയമില്ലാത്ത രീതിയിലാണ്, പെട്ടെന്നാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. ഓക്കെ, സോ ബാക്കിലെ റൂമൊന്നും നോക്കണ്ട. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫുൾ ഓട്ടോ ആയിരുന്നു, ഫുൾ തിരക്കായിരുന്നു. വൃത്തിയാക്കാൻ സമയമേ കിട്ടിയിട്ടില്ല. സോ അതിൻ്റെ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരിക്കാം. സോ നമുക്ക് ആദ്യം തന്നെ സ്യൂട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്യൂട്ടും ഫിറ്റൊക്കെ നോക്കാം. ആദ്യം ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഒരു ചാർക്കോൾ ഗ്രേ ടൈപ്പ് ഓഫ് സ്യൂട്ടാണ് വിത്ത് ബ്ലാക്ക് ഇന്നർ ഷർട്ട്. സോ ഇതാണ് ഇന്നർ ഷർട്ട്, കുറച്ച് ഗ്ലേസി ബ്ലാക്കിൽ വരുന്ന ഒരു ഷർട്ടാണ്. സോ നമ്മൾ ഇതിൻ്റെ സ്റ്റൈൽ ചെയ്യുന്നത് ദിസ് വൺ ആണ്. ഇത് കാസിയോൻ്റെ ഒരു വാച്ചാണ്. കാസിയോ AE 1200 WH എന്ന് പറഞ്ഞ വേൾഡ് ടൈം കാസിയോ റോയൽ എന്നൊക്കെ അറിയപ്പെടുന്ന അതിൻ്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രാപ്പിൻ്റെ ഒരു സാധനമാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ വിചാരിച്ചു ബ്ലാക്കിൻ്റെ ഒപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നാൽ കുറച്ചുകൂടി വെറൈറ്റി ആയിരിക്കില്ല എന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിൻ്റെ ഒരു ഗിഫ്റ്റാണിത്. കോൺവൊക്കേഷൻ ആയതുകൊണ്ട് ഗിഫ്റ്റ് ചെയ്താണ്. ഓക്കെ, സോ നമുക്ക് മേലത്തെ സ്യൂട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് സൂട്ട്. ഞാൻ ഇതിൻ്റെ ഒപ്പം ഹാങ്ങറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ മാറ്റി പെട്ടെന്ന് കാണിച്ചതാണ്. ചാർക്കോൾ ഗ്രേ എന്ന് പറഞ്ഞാൽ എനിക്കിത് കണ്ടിട്ടൊരു ഡാർക്ക് ബ്ലൂ പോലത്തെ ഒരു സെറ്റപ്പാണ് തോന്നുന്നത്. ഇത് ജോൺ പ്ലേയേഴ്സിൻ്റെ ആണ്, ട്രെൻഡ്സിൻ്റെ, നമുക്കറിയാം. ഇതാണ് കേസ് ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ മുടിയിൽ ഞാൻ കുറച്ച് സെറ്റ് വെറ്റിൻ്റെ ഗ്ലേസ് വാക്സ് പറ്റിയിട്ടുണ്ട്, ഒന്ന് സെറ്റായിട്ട് ചെയ്യാൻ വേണ്ടി. സോ അറിയില്ല എത്രത്തോളം നിൽക്കുന്നു, ഞാൻ ആദ്യമായിട്ട് പറ്റുന്നത്. ഇന്നലെ ട്രൈ നോക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്നത് ഒരു ചെൽസി ബൂട്ട്സ് ആണ്, റെഡ് ടൈപ്പിൻ്റെ. ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ ഇതിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മളിന്ന് ഈ ട്രെൻഡ്സ് കാർട്ടിൽ നിന്ന് എടുത്ത ഈ പവേർഡ് സൺഗ്ലാസ് കൂടെ യൂസ് ചെയ്യുന്നതായിരിക്കും. സംഭവം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലാസ്റ്റ് ഒരു ഡാൻസ് ഉണ്ട്. സോ ആ ഡാൻസിന് എല്ലാവരും സൺഗ്ലാസ് വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ സൺഗ്ലാസ് വെച്ചിട്ടുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതുപോലെ ആയിരിക്കും സൺഗ്ലാസ് വെച്ചിട്ടുള്ള ലുക്ക് വരുന്നത്. പിന്നെ ഇത് നമ്മൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡാൻസ് കളിക്കുന്നത്. പലരും എന്നോട് ചോദിക്കും എന്തുകൊണ്ട് ടൈ ഇട്ടില്ല, വൈ ഡിഡ് യു ചൂസ് എ ബോ? ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഭയങ്കര ചൂടാണ്. എൻ്റെ കൂടെ അതും കൂടി ഇട്ടിട്ട് പറഞ്ഞാൽ ഞാൻ ചത്തു. കുറേ പേര് ടൈ ഇടുന്നുണ്ട്, കുറേ പേര് ടൈ ഇടുന്നില്ല. സോ ഐ ചൂസ് നോട്ട് ടു വെയർ. കുറച്ച് കംഫർട്ടായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് എ ഫോർമൽ ഇവന്റ്, ബട്ട് സ്റ്റിൽ കുറച്ചുകൂടി കംഫർട്ടായിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സോ നമ്മളെല്ലാ സാധനങ്ങളും എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഇനി അവിടോട്ട് പോവാണ് കേട്ടോ. അതിന് മുന്നിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ട് കോളേജിന് മുന്നിൽ. ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പോവാം. എന്നിട്ട് നമ്മൾ സൺസ്ക്രീൻ പറ്റാണ്. വെജിനാർമെൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പേടൊന്നുമല്ല, നല്ല സാധനം തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അതെ, അനീറ്റിയാണ് കേട്ടോ എൻ്റെ ട്രൈപ്പോഡ്. പിന്നെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പറ്റിയില്ലെങ്കിലേ കരിഞ്ഞ് ഉപ്പാടുള്ളത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ലോകത്ത് നമ്മൾ പറ്റണം. നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പാൻറ്റൊക്കെ ഇട്ടിട്ട് വണ്ടിയിൽ കയറാൻ കുറച്ച് പാടാ, അതുകൊണ്ട് ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര വെയിലായതുകൊണ്ടാണ് ഞാൻ കുട പിടിക്കണത്, അല്ലെങ്കിൽ കരിഞ്ഞ് ഇല്ലാണ്ടാവും. കോളേജിനടുത്ത് എത്താറേ, കോളേജിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ് കേട്ടോ അത്. ഓക്കെ, നടന്നുകൊണ്ടിരിക്കുന്ന കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ പ്രോഗ്രാം ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയപ്പെട്ടുകൊണ്ടിരുന്നത്. അറിയില്ല ഇനിയിപ്പോൾ ലേറ്റ് ആവില്ലയോ എങ്ങനെയായിരിക്കും ഒരു പിടിയില്ല. സോ ബാക്കി coming to us from Trishul, Kerala. Franklin is full-on creative powerhouse, a gifted musician and emerging filmmaker, a dental wizard and a true adventure seeker. He is also subject topper in orthodontics, periodontics and oral surgery.